പഹൽഗാം ഭീകരാക്രമണത്തിൽ രണ്ടുപേരെ NIA അറസ്റ്റ് ചെയ്തു എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. ഭീകരർക്ക് സഹായം നൽകിയതിനാണ് നടപടി. അഹമ്മദ് ജോത്തർ ബഷീർ അഹമ്മദ് എന്നിവരാണ് അറസ്റ്റിലായത്. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ചേരുകയാണ് ദില്ലിയിൽ നിന്ന്. അബ്ദുൾ റഷീദ്, ഇപ്പോൾ രണ്ടുപേരെ കൂടി പഹൽഗാം ആക്രമണത്തിൽ NIA അറസ്റ്റ് ചെയ്തു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർ പ്രാദേശികമായിട്ടുള്ള ആളുകളാണോ? എന്താണ് ദേശീയ അന്വേഷണ ഏജൻസി വ്യക്തമാക്കുന്നത്? മനു, തീർച്ചയായും രണ്ട് സ്വദേശികളാണ്, അതായത് പഹൽഗാം സ്വദേശികളായിട്ടുള്ള രണ്ട് പേരെയാണ് ഇപ്പോൾ NIA അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട NIA പുറത്തുവിട്ടിരിക്കുന്ന പ്രസ്താവനയിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. പ്രധാനമായും ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഭീകരാക്രമണം നടത്തിയിട്ടുള്ള 3 ഭീകരർക്ക് കൃത്യമായിട്ടുള്ള ഒരു സഹായം ഈ രണ്ട് പേർ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് NIAയുടെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ. പ്രധാനമായും ഇവർക്ക് താമസ സൗകര്യം, അതോടൊപ്പം ഭക്ഷണം, യാത്രാ സൗകര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ നൽകിക്കൊണ്ടുള്ള സഹായമാണ് ഈ രണ്ടു പേരും ഭീകരർക്ക് നൽകിയിട്ടുള്ളത്. ഈ ഭീകരർക്ക് ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധമുള്ള കാര്യം ഈ NIAയുടെ ചോദ്യം ചെയ്യലിൽ നിന്നും ഈ രണ്ടുപേരും പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ പഹൽഗാം സ്വദേശികളായിട്ടുള്ള പർവേസ് അഹമ്മദ് ജോത്തർ, അതോടൊപ്പം തന്നെ ഹിൽ പാർക്ക്, അതായത് ഈ പഹൽഗാമിന് തൊട്ടടുത്ത പ്രദേശമാണ് ഹിൽ പാർക്ക് എന്ന് പറയുന്നത്. ഈ മേഖലയിലെ ബഷീർ അഹമ്മദ് എന്ന് പറയുന്ന ആളെ കൂടിയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. നേരത്തെ തന്നെ ഈ ഭീകരർ ഈ മേഖലയിലേക്ക് എത്തുകയും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരീക്ഷണങ്ങൾ നടത്തുന്ന സമയത്താണ് ഇവർക്ക് പ്രധാനമായും ഈ സഹായം നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ NIA പുറത്തുവിടുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ലഷ്കർ ഇ തൊയ്ബ കമാൻഡർ ആളുകൾക്കാണ് ഏത് ഭീകരർക്കാണ് ഇത്തരത്തിലുള്ള സഹായം നൽകിയിട്ടുള്ളതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ NIA ഇതുവരെയും പുറത്തുവിട്ടില്ല. നേരത്തെ തന്നെ ഹാഷിം മുസ അടക്കമുള്ള ആളുകൾ ഈ മേഖലയിൽ 2 വർഷം മുമ്പ് എത്തുകയും പിന്നീടുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നതടക്കം തന്നെ NIA നേരത്തെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം പ്രാദേശിക തലത്തിൽ നിന്ന് ലഭ്യമായിട്ടുള്ള സഹായങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം ഊർജിതമാക്കിക്കൊണ്ട് NIA മുന്നോട്ട് പോകുന്നത്. എന്നാൽ അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ നമുക്ക് ദില്ലിയിൽ നൽകിയത്. രണ്ടുപേരെ കൂടി പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്.